LDF സർക്കാരിനെ പുകഴ്ത്തി ഓർത്തഡോക്സ് സഭ. ഭ്രാന്താലയമായ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയത് ഇടതുപക്ഷ സർക്കാരെന്ന് സീനിയർ വൈദികൻ CO ജോർജ്. ഉമ്മൻചാണ്ടി പറഞ്ഞ സ്വർണ്ണമോതിരം നൽകേണ്ടത് മന്ത്രി K രാജനാണ്. അതിനാൽ ഇടതുപക്ഷം വിജയിക്കണമെന്നും ഫാദർ ജോർജ് പറഞ്ഞു. ഉമ്മൻചാണ്ടി തിരുവഞ്ചൂരാഷ്ട്രം പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവർക്കും പട്ടയം കൊടുക്കണം. പട്ടയം കൊടുത്താൽ ഞാൻ സ്വർണ്ണമോതിരം തിരുവഞ്ചൂരിന്റെ കയ്യിലിടാന്ന് പറഞ്ഞു. ഏതായാലും തിരുവഞ്ചൂരാഷ്ട്രം അധികം നാൾ റവന്യൂ മന്ത്രി ആയിരുന്നില്ല. റവന്യൂ മന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് പോയി മോതിരി ആർക്കും അറിയാൻ പറ്റും. ആ മോതിരി ഇപ്പം K രാജന് കൊടുക്കേണ്ടത്. അതായത് 4,70,000 പട്ടയങ്ങൾ കൊടുത്ത് ഒരു ചരിത്ര സംഭവമായിട്ട് മാറുക. അങ്ങനെ ഈ ഭ്രാന്താലയം എന്ന് പറഞ്ഞതായ കേരളത്തെ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ഉയർത്താനും എല്ലാവിധ മാറ്റങ്ങൾ വരുത്താനും കാരണം ഈ ഇടതുപക്ഷങ്ങളോട് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ K രാധാകൃഷ്ണനെ വിജയിപ്പിക്കാൻ നമ്മുടെ ഒരു ചുമതലയാണ്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. സനോജ്, ഒരു പക്ഷേ വൈദികൻ CO ജോർജ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭ്രാന്താലയമായിരുന്ന കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയത്. മുൻകാല UDF സർക്കാരുകളുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ അടക്കം ഓർമ്മയിലുണ്ട്. വർഗീയ സംഘർഷങ്ങളുള്ള കാലത്തെക്കുറിച്ച്, സാമുദായിക സംഘടനകൾ ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയതിനെക്കുറിച്ച്. അപ്പം തന്നെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്ഷമിക്കുക, പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടക്കാതിരുന്നതാണ്. അത് LDF സർക്കാരിൻ്റെ കാലത്ത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഒരു മോതിരം കൊടുക്കേണ്ടത് മന്ത്രി K രാജനാണ്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ മറ്റ് വിഷയങ്ങൾ? ഇടതുപക്ഷ സർക്കാരിൻ്റെയും UDF സർക്കാരിൻ്റെയും രണ്ട് കാലഘട്ടത്തിലെ സർക്കാരുകളെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കാര്യങ്ങൾ നിരത്തുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത്, മുൻപ് UDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറച്ചു കാലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റവന്യൂ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് അദ്ദേഹത്തിന് റവന്യൂ മന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു. റവന്യൂ മന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുന്നിൽ വെച്ചത് ഓഫർ എന്ന് പറയപ്പെടുന്നത് പട്ടയം, എല്ലാവർക്കും പട്ടയം കൊടുക്കണം, അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം കൊടുക്കണം. അങ്ങനെ പട്ടയം കൊടുത്താൽ താൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സ്വർണ്ണമോതിരം നൽകുമെന്നാണ് ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്തത്. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ മന്ത്രി സ്ഥാനത്തു നിന്നും ഒഴിവായെങ്കിൽ കൂടിയും ഇപ്പോൾ ആ സ്വർണ്ണമോതിരം, അന്ന് ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്ത ആ സ്വർണ്ണമോതിരത്തിന് ഇപ്പോൾ അർഹൻ മന്ത്രി K രാജനാണ് എന്നാണ് വൈദികൻ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, 4.25 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഇതുവരെ പട്ടയം കൊടുത്തത്. കയറിക്കിടക്കാൻ കിടപ്പാടം സ്വന്തമായി ആളുകളുടെ പേരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. ഒന്നും രണ്ടുമല്ല, 4.25 ലക്ഷം പേർക്ക് ഈ സർക്കാർ പട്ടയം കൊടുത്തു. ഭ്രാന്താലയമായ കേരളത്തെ മനുഷ്യാലയമാക്കി മാറ്റിയത് ഈ ഇടതുപക്ഷ സർക്കാരാണ് എന്നും അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ തുടരണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സിജു.